ഇയാളിത് എവിടെ പോയി കിടക്ക? ഇനിയിപ്പൊ ഞാനിത് ഒറ്റയ്ക്ക് കുടിച്ചു വെക്കേണ്ടി വരുമോ? ആ അങ്ങനെ വലിയ സാഹസമൊന്നും നീ കാണിക്കണ്ട. അണ്ണൻ എന്തിനാ ഇതിന്റെ അകത്ത് കാര്യം ഒളിച്ച്? ഞാൻ വിചാരിച്ചു പോലീസായിരിക്കും. നീ എന്താ പോയിട്ട് പെട്ടെന്ന് ഇങ്ങനെ വന്നത്? ബീവറേജിൽ ആള് വളരെ കുറവായിരുന്നു അണ്ണാ, അതുകൊണ്ട് പെട്ടെന്ന് കിട്ടി. കിട്ടിയല്ലോ സാധനം. കിട്ടി. ദൈവമേ, എപ്പോഴാണാവോ പോലീസ് അണ്ണനെ പൊക്കാൻ ഇവിടെ വരുന്നത്? ബാബു, ആ സമയത്ത് എന്തോ എനിക്ക് അങ്ങനെ ചെയ്യാനാടാ തോന്നിയത്. ചെയ്തു പോയത് വിധി. ആ പോലീസിൽ സറണ്ടർ ആയാലോ എന്ന് ആലോചിക്കുക. അങ്ങോട്ട് ചെല്ലേ, കിട്ടിക്കോളൂ. അയ്യോ, ഇടി കൊള്ളുമ്പോ കരഞ്ഞാ പോരെ, ഇപ്പളെ എന്തിനാ കരയുന്നത്? ഇടി കിട്ടുന്ന കാര്യം ഓർത്തപ്പം അറിയാതെ കരഞ്ഞു പോയതാ. ബാബുമോനെ, ഞാൻ എല്ലാം പോലീസിനോട് തുറന്നു പറയാൻ പോകും. എന്നെ അറസ്റ്റ് ചെയ്യണം സാർ, എന്നെ ലോക്കപ്പിലിടണം സാർ. സാറിന്റെ കയ്യിൽ നിന്ന് 2 ഇടി കൊണ്ടാലും വേണ്ടില്ല. ഈ ഒളിച്ചുകളി ഇനി വയ്യ സാർ. എന്നെ അറസ്റ്റ് ചെയ്യണം. എന്തു കുറ്റാ താൻ ചെയ്തേ? ആദ്യം അത് പറ. സാർ, ഈ മൈക്കിൾ ജാക്സൺ കൊലക്കേസ്. മൈക്കിൾ ജാക്സൺ കൊലക്കേസോ? താനാണ് അവനെ കൊന്നേ? അയ്യോ, ഞാൻ നിരപരാധിയാണ് സാർ. എന്റെ കയ്യിൽ നിന്ന് ഒരു അബദ്ധം പറ്റിപ്പോയതാണ് സാർ. ഞാൻ എല്ലാം പറയാം സാർ. വാടാ മൈക്കിളെ, സമക്ഷത്തിൽ വാടാ. താനായിരുന്നോ? തന്റെ ഉദ്ദേശം എന്താ? ഇതാണ് ഈ ന്യൂ ജനറേഷൻ പിള്ളേരുടെ കുഴപ്പം. കയ്യിൽ കത്തിയുമായി നിൽക്കുന്ന എന്നോട് ചോദിക്കുന്ന ഉദ്ദേശം എന്താണ്? എടി കൊച്ചേ, ഇവൻ എത്ര പ്രശസ്തനായാലും ദേ ഈ കത്തി കൊണ്ട് 4 ചാമ്പ് ചാമ്പുമ്പോ നീ ചാകണം. അത് പ്രകൃതി നിയമമാ, മനസ്സിലായണോ? എനിക്ക് നിന്നെ കൊല്ലണം. കൊച്ചേ, നീ കൂടെ കേൾക്കാൻ വേണ്ടി പറയുക. ഇവനെ കൊല്ലും, എന്നെ നാറ്റിച്ചവനെ ഞാൻ കൊല്ലും. ചേട്ടാ, 1 സെക്കൻഡ് പ്ലീസ്. Yes, you want what I please? ഞാൻ ചാവുന്നതിന് മുമ്പ് ലാസ്റ്റ് ആയിട്ട് ഒരു സെൽഫി എടുത്താലോ? അതുകൊള്ള ന്യൂ ജനറേഷൻ പിള്ളേർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സെൽഫി എടുക്കും കൂടെ കൂടെ. സത്യത്തിൽ ഇതാണ് സാർ സംഭവിച്ചത്. ആ മൈക്കിളിനോടൊപ്പം നിന്ന് സെൽഫി എടുത്തതാണ് ഇതിനൊക്കെ കാരണം. ഞാൻ നിരപരാധിയാണ് സാർ. തൽക്കാലം താൻ വയ്ക്കോ. പക്ഷെ രക്ഷപ്പെട്ടു എന്ന് വിചാരിക്കണ്ട. SI സാറ് വിളിക്കുമ്പോ എത്തിക്കോണം. പേരും വിലാസവും നമ്പറും ഒക്കെ എഴുതി കൊടുത്തിട്ട് പോ. ശങ്കരൻകുട്ടി, അനാമിക പ്രോഗ്രാം. ഓരോന്ന് വലിഞ്ഞേറി വന്നോളും മനുഷ്യനെ മെനക്കെടുത്തിക്കാനായിട്ട്. ഇനി വൈകിയാൽ നമ്മൾ ഇതുവരെ ചെയ്ത കാര്യങ്ങൾക്കൊന്നും ഒരു ഫലവും ഉണ്ടാകാൻ പോകുന്നില്ല. എന്ന് പറഞ്ഞാൽ എങ്ങനെ? അത് പറ്റില്ല. എത്രയും പെട്ടെന്ന് അവരെ കൂടി അവിടുന്ന് കടത്തി നമ്മുടെ കസ്റ്റഡിയിൽ വെച്ചാൽ തരാമെന്ന് പറഞ്ഞ എമൗണ്ടിനേക്കാൾ കൂടുതൽ എമൗണ്ട് നമുക്ക് ബാർഗെയിൻ ചെയ്ത് വാങ്ങാം. വേണമെങ്കിൽ ഒരു ഭീഷണിപ്പെടുത്തലൂടി ആവാം. എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? നിന്റെ ബുദ്ധി? അവന്മാരെ പിടികൂടാൻ 1000 പദ്ധതികൾ എന്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്ന് രാവിലെ മുതൽ ചുറ്റിക്കളിയുമായിട്ട് നടക്കുകയല്ലേ നീ? എന്റെ ഭായി, രാവിലെ തന്നെ മനുഷ്യനെ കൊതിപ്പിക്കാതെ. കാര്യങ്ങളുടെയും നമുക്ക് ലഭിക്കാൻ പോകുന്ന നേട്ടങ്ങളെ കുറിച്ചും എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഒരു 2 ദിവസം, 2 ദിവസം ഞാൻ പൊക്കിയിരിക്കും. ഇനി അഥവാ പൊക്കാൻ സാധിച്ചില്ലെങ്കിൽ ഞാൻ തട്ടിയിരിക്കും. പടച്ചോറാണ്, ഞാൻ തട്ടിയിരിക്കും തീർച്ച. 2 ദിവസം കൂടി ഞാൻ നോക്കും. ഇല്ലെങ്കിൽ തട്ടിയിരിക്കും. പടച്ചോനാണ് തട്ടിയിരിക്കും നിന്നെ.